കോഴിക്കോട് ചെലവൂരിൽ പെൺകുട്ടിയെ കഴുത്തിയരിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. 16 വയസ്സുള്ള മൂഴിക്കൽ സ്വദേശി നസ്രിനെയാണ് കൊല്ലപ്പെട്ടത്. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ദിലീഷ, എന്താ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ചെലവൂരിൽ നാടിനെ നടുക്കിയ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത്. അതായത് പെൺകുട്ടി, കേവലം 16 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കുകയായിരുന്നു. ഇവർ ബന്ധുക്കളാണ് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. മൂഴിക്കൽ സ്വദേശിയായിട്ടുള്ള നസ്രീനെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ബന്ധുവായ ഉമ്മയുടെ സഹോദരിയുടെ മകൻ അദിനാൻ എന്ന യുവാവാണ് കൊലപ്പെടുത്തിയത്. ശേഷം യുവാവ് മറ്റൊരു മുറിയിൽ പോയി ജീവൻ ഒടുക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പെൺകുട്ടി വീടാണ്. ഇപ്പോൾ ചെവായൂർ പോലീസ് എല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നും പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പുലർച്ചെ ഏകദേശം 5:30 കൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ശബ്ദം കേട്ട് പെൺകുട്ടിയുടെ ഉമ്മ ഉണർന്ന് വന്നു നോക്കുകയായിരുന്നു. അപ്പോഴാണ് മകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് കാണുന്നത്. ശേഷം മറ്റൊരു മുറിയിൽ കയറി യുവാവ് വാതിലടയ്ക്കുകയായിരുന്നു. ശേഷം നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി വലിയ ബഹളം വെച്ചു. നാട്ടുകാരെല്ലാം കൂടി വന്നു നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുകൾ നിലയിലെ 2ാമത്തെ മുറിയിൽ മറ്റൊരാൾ ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടത്. ബന്ധുക്കൾ വാതിൽ പുറത്തുനിന്ന് അടയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ അയൽവാസികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഇത് എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു, നമ്മൾ 6 മണിക്ക് എത്തണത്. അതിന്റെ മുന്നേ വണ്ടി വീട്ടിലും ഇതായിട്ട് പറഞ്ഞാണ് ഏട്ടത്തിന്റെ മോൻ പറഞ്ഞിട്ട് അവരെ ഷാൾട്ട് മുറുക്കിന്ന് കേൾക്കണ്. നമുക്ക് ഫുള്ളായിട്ട് അറിയില്ല. അതന്നെ സംഭവം. പിന്നെ ആ മാമൻ്റെ മകനും പറമ്പിൽ സാറിനും പറഞ്ഞ് അവർ എടുത്തു കൊണ്ടുപോയി കോളേജിൽ എത്തിച്ച് അതുപോലെ മരിച്ച് അവരും മരിച്ചിക്കണെന്ന് കേട്ട്. ഈ യുവാവ് ബന്ധുവാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവളെ അമ്മൻ്റെ ചേട്ടത്തിൻ്റെ മകനാ കുളത്തറ താമസിക്കുന്നത്. ഇവിടെ അതിന് 6 മാസം വരെ ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ കോളേജിൽ പഠിക്കലും ഇവിടെ പഠിപ്പും ഇതൊക്കെ ആയിട്ട് ഇവിടുന്ന് കുറച്ചായിട്ടുള്ളൂ പോയിട്ട്. എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയാം? പ്രശ്നങ്ങളായിട്ടൊന്നും നമ്മളറിയില്ല. പിന്നെ അവരെ വീട്ടിലെ പ്രശ്നം അവരെല്ലാം ഉണ്ടാവുള്ളൂ. സംഭവം ഇത് തന്നെ. അവൻ വന്ന് വീട്ടിൽ കയറി ഇതാക്കി. അവൻ പേര് പറഞ്ഞ് അവർ ഇപ്പുറത്തെ റൂമിൽ പോകാൻ കിടക്കണ്ടല്ലേ, അവൾ അപ്പുറത്തെ റൂമിൽ പോകും. അങ്ങനെ അവളെടുത്ത് കൊണ്ടുപോയി ഇവനെ ലോക്ക് ചെയ്ത് പിന്നെ പോലീസ് അന്നേരം തുറന്നതാണ്. പിന്നെയാണ് അവൻ്റെ കഴിഞ്ഞെന്ന് പറഞ്ഞത്. കാരണങ്ങൾ എന്താണ് ഡീറ്റെയിൽസ് ആയി ആ ഒരു വീട്ടുകാർക്ക് അറിയുള്ളൂ. ആ ബന്ധു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ അദിനാൻ എന്ന യുവാവ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ കുടുംബത്തോടൊപ്പം തന്നെ, അതായത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധു തന്നെയാണ് ഈ അദിനാൻ. ഉമ്മയുടെ സഹോദരിയുടെ മകനാണ്. കുറച്ച് കാലമായിട്ട് ഇവരുടെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സ്വഭാവ ദൂഷ്യം കാണിച്ചതിനെ തുടർന്ന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നെ ഇവിടെ നിന്ന് താമസം മാറുകയും ചെയ്തു. അതാണ് ഇത്തരത്തിലൊരു വൈരാഗ്യത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ ഇവിടെ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ നടപടിക്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധുക്കളോട് എല്ലാമായിട്ട് പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ, ഈ പെൺകുട്ടി 3 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ ഏകദേശം 5:30 കൂടിയാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ഉണ്ടാകുന്നത്. നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.